blessing today. ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള ഈ TV പ്രോഗ്രാം അടുത്ത കുറച്ച് നാളുകളായിട്ടുള്ളൂ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. അതിൽ കൂടെ നല്ല നല്ല കാര്യങ്ങളും വചനങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഇപ്പോഴുള്ള ഈ തലമുറകളൊക്കെ അത് കണ്ടാൽ കുറേയൊക്കെ ദൈവവുമായിട്ട് അടുക്കാനും കുടുംബത്തിൽ സ്നേഹവും ശാന്തി സമാധാനമൊക്കെ കൈവരിക്കാനും ഒക്കെ കഴിയും. ഇത് ഒരു നല്ല പരിപാടിയായിട്ട് തന്നെയാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും പാർട്ട്നേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായും പ്രത്യേകിച്ച് കർത്താവിന് നന്ദി പറയുന്നു, അവരോടും നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നുള്ള വെൽ വിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഇന്നാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജന്മദിന നന്മകളും തൻ്റെ മേൽ വന്നു ചേരട്ടെ. മാത്രമല്ല, ഈ വെൽ വിഷർക്ക് നല്ല ഒരു ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ഭാര്യയ്ക്ക് ഒന്നുകിൽ കർത്താവെ ഒരു പ്രൊമോഷൻ ലഭിക്കുവാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല മറ്റൊരു ജോലി ലഭിക്കുവാനോ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ഡാരലിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. തൻ്റെ ആ സ്പീച്ച് പ്രോബ്ലംസ്, ഹിയറിംഗ് ഡിസബിലിറ്റീസ് പൂർണ്ണമായും മാറിപ്പോകേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ സിസ്റ്റർ. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി അങ്ങ് കൊടുക്കണമേ. മക്കൾ ദൃശ്യയ്ക്ക് വേണ്ടിയും ഐശ്വര്യയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. നല്ല ഭാവിയാൽ കർത്താവരെ അനുഗ്രഹിക്കണമേ. ദൃശ്യയ്ക്ക് നല്ല ഒരു ജീവിത പങ്കാളിയെ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മദ്യപാനവും പൂർണ്ണമായും ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്നത്തെ സ്പോൺസേഴ്സിനെയും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെയും കർത്താവ് ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. காட் வந்து எனக்கு இன்றைக்கி இந்த மீட்டிங்க்கு வந்தப்போ ரியலி பிளெஸ்ஸிங், அதாவது ரொம்ப பிளெஸ்ஸிங்காக இருந்துச்சு. கர்த்தருடைய கரம் நம்மளை பாதுகாக்கும்னு சொல்லப்பட்டிருந்துச்சு. கர்த்தருடைய கரம் எவ்வளவா நம்மளை பாதுகாக்குது, அவருடைய அன்பு எவ்வளோ பெருசு அப்படிங்கிறத பேசையில் என்னோடய கண்களில் கண்ணீர் வந்துச்சு. ரொம்ப ஆச்சரியமாக இருந்துச்சு இந்த செய்தி. நான் இதை எதிர்பார்க்கவே இல்லை. வெகு நேர்த்தியாக இந்த மீட்டிங் நடந்துச்சு. அது மாத்திரம் இல்லை, இது ரொம்ப ஆசீர்வாதமாக எனக்கு இந்த கூட்டம் இருந்துச்சு. எனக்கு ரியலி இந்த பிளெஸிங் டுடே டிவி மூலமாக நல்ல ஆசீர்வாதத்தை நான் தொடர்ந்து பெற்றுக்குவேன் நம்புகிறேன். യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 10, 28, 29 രണ്ട് വചനങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു. ഐ ഗിവ് ദം ഇറ്റേണൽ ലൈഫ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നല്ല ഇടയനായ യേശു, ജീസസ് ദ ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയനായ യേശു. യേശു തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. ആൻഡ് ദ ഗുഡ് ഷെപ്പേർഡ് ഗിവ്സ് ഹിസ് ലൈഫ് ഫോർ ദ ഷീപ്പ്.
ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്നവനാണ്. പുല്ല് മാത്രമല്ല, അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം മാത്രമല്ല, ആടുകൾക്ക് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി, നിത്യജീവന് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നവനാണ് നമ്മുടെ യേശു. യേശു കർത്താവ് സ്വയം ഒരു ഇടയനായി തന്നെ പരിചയപ്പെടുത്തിയ ശേഷം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഐ ഗിവ് ദം ഇറ്റേണൽ ലൈഫ്. ഞാൻ ആടുകൾക്ക് നിത്യജീവൻ നൽകുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് യേശു ഇടയനും അവരവർ ആടുമാണ് എന്നുള്ള ബോധ്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഭാഗം പല സ്ഥലങ്ങളിലും ഈ കാര്യം പരാമർശിക്കപ്പെടുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 23 ദ ഗോൾഡൻ സാം എന്നറിയപ്പെടുന്ന ഒരു സുവർണ സങ്കീർത്തനമാണ്. കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ആ ഒരു കൺവിക്ഷൻ അകത്ത് ഉള്ളവർ എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരല്പം ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോഴും നമ്മൾ വാ കൊണ്ട് ഏറ്റു പറയണം, നോ നോ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മളിത് ഏറ്റു പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഓരോന്നും മാറ്റിത്തരുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വന്തം ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയും. വീണ്ടും ഹല്ലേലൂയ പറയാമോ ശബ്ദത്തിൽ? ഓൾറൈറ്റ്, കർത്താവ് പറയുന്നു, ഐ ഗിവ് ദം ഇറ്റേണൽ ലൈഫ്. ഇന്ന് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഒരാൾ വിശ്വസിക്കുകയാണ്, യേശുവാണ് എൻ്റെ ഇടയൻ, വിശ്വസിച്ചാൽ ഉടൻ തന്നെ കർത്താവ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് യേശു നിത്യജീവൻ നൽകും. എന്ന് വെച്ചാൽ ആ വ്യക്തി ഈ ഭൂമിയിലെ ജീവിതം തീർന്നാലും തുടർന്ന് ആ വ്യക്തി ജീവിക്കും. എത്ര പേർ ആമേൻ പറയും? തുടർന്ന് യേശു പറയുന്നത്, ആൻഡ് ദേ ഷാൽ നെവർ പെരിഷ്. അവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. യേശുവിൻ്റെ കുഞ്ഞുങ്ങൾ, യേശുവിൻ്റെ ആടുകൾ, യേശു എന്ന ഇടയൻ പരിപാലിക്കുന്ന ആടുകൾ ഒരിക്കലും നശിച്ചു പോകുകയില്ല. പലരുടെയും ജീവിതത്തിലെ ഒരു ഭയമാണ്, ഞാൻ തകർന്നു പോകും, ഞാൻ നശിച്ചു പോകും, എനിക്കൊരു ഭാവിയില്ല, എൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, മാതാപിതാക്കൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഭാവി അനിശ്ചിതാവസ്ഥയിലായി എന്ന് തോന്നുന്ന പലരും ഈ ഭൂമിയിലുണ്ട്. പക്ഷെ കർത്താവ് എന്താണ് പറയുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. നീ എൻ്റെ കുഞ്ഞാണെങ്കിൽ നീ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ യേശുവിനെ കർത്താവാണ്, യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ ദൈവമാണ്, രക്ഷകനാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് കൈ ഉയർത്തി കാണിക്കാമോ? കൈ താഴെ ഇടരുത്, നന്നായി ഉയർത്തി പിടിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കുക. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങൾ നശിച്ചു പോകുകയില്ല. വിശ്വസിക്കാമോ? നിങ്ങൾ ഒരു കാരണവശാലും നശിച്ചു പോകുകയില്ല. എന്തുകൊണ്ടാണ് നശിച്ചു പോകാത്തത്? കൈ താഴെ ഇടാം. ബ്രദർ ഡാമിൻ പറയുന്നത് കൊണ്ടല്ല, ആകാശഭൂമികൾ മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, they shall never perish. അവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. എത്ര പേർ കൈകളെ തട്ടി യേശുവിന് നന്ദി പറയും? അതിനുശേഷം കർത്താവ് പറയുന്നു, no one will snatch them out of my hand. എൻ്റെ കയ്യിൽ നിന്നും അവയെ ആരും പിടിച്ചു പറിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? യേശുവിൻ്റെ കൈക്കുള്ളിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ കൈകൾ അവരെ സംരക്ഷിക്കും. പലരും നിങ്ങൾക്ക് ശത്രുക്കളായി എഴുന്നേറ്റാലും നിങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാലും സംഭവിക്കുന്നത്, യേശുവിൻ്റെ കൈകളിൽ ഇരിക്കുന്നത് കൊണ്ട് നീ ഒരിക്കലും നശിച്ചു പോകുകയില്ല. No one can snatch them out of my hands. 29ാമത്തെ വചനം, my father, എൻ്റെ പിതാവ്, who has given them to me is greater than all. അവയെ എനിക്ക് തന്ന പിതാവ് എല്ലാവരേക്കാളും വലിയവൻ. സ്വർഗീയ പിതാവ് എല്ലാവരേക്കാളും വലിയവൻ. അതിനുശേഷം കർത്താവ് പറയുന്നു, no one can snatch them out of my father's hand. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും ആർക്കും അവയെ
പിടിച്ചു പറിക്കാൻ സാധ്യമല്ല, തട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. നോ ഹൈജാക്കിംഗ് ഈസ് പോസിബിൾ, നോ കിഡ്നാപ്പിംഗ് ഈസ് പോസിബിൾ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് മൈ ഫാദർ ആൻഡ് മൈ ഹാൻഡ്സ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ദൈവത്തിൻ്റെ പൈതൽ ഇരിക്കുന്നത് യേശുവിൻ്റെ കയ്യിലും പിതാവിൻ്റെ കയ്യിലുമാണ്. എന്നിട്ട് കർത്താവ് എന്ത് പറയുന്നു? ആർക്കും എൻ്റെ ആടുകളെ എൻ്റെ കയ്യിൽ നിന്നോ പിതാവിൻ്റെ കയ്യിൽ നിന്നോ പിടിച്ചു പറിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ സുരക്ഷിതരാണ്, അവർ ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ കാണുന്നത്, The eternal God is your refuge. നിത്യനായ ദൈവം നിന്റെ സങ്കേതമാകുന്നു. ഇന്ന് എത്ര പേർ ഈ വചനം കേട്ടിട്ട് വിശ്വസിക്കാൻ തയ്യാറാണ്? നിത്യനായ ദൈവം നിന്റെ സങ്കേതമാണ്. വായിക്കാം. നിനക്ക് കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ശാശ്വതമായ ഭുജങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാൽ ചവിട്ടി നിൽക്കുന്നത് നിലത്താണ്. സിമന്റ് തറയിലോ കാർപ്പറ്റിലോ എവിടെയെങ്കിലും ആയിരിക്കും കാൽ ചവിട്ടിയിരിക്കുന്നത്. പക്ഷേ കാണാത്ത, നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശാശ്വതമായ, അപ്പോൾ തന്നെ അദൃശ്യമായ കരങ്ങൾ നമ്മുടെ കീഴിൽ പിടിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം കൂടെ വായിക്കാം. ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് തുരത്തി അവനെ സംഹരിക്കുക എന്ന് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്നത്, നിനക്കെതിരെ ആരെങ്കിലും എഴുന്നേറ്റാൽ, നിനക്കെതിരെ ആരെങ്കിലും ഉയർന്നു വന്നാൽ കർത്താവ് അത് കൈകാര്യം ചെയ്തോളും. നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആരെങ്കിലും ചിന്തിക്കുക എനിക്കൊരു ശത്രുവുണ്ട്, ചിലർ എനിക്ക് എതിരാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആരും, ബൈബിൾ പറയുന്നത് പ്രതികാരം എനിക്കുള്ളത്, ഞാനത് ചെയ്തോളാം. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. ബൈബിൾ പറയുന്നു, നിന്റെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുപ്പിൻ, എങ്കിൽ നീ അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കും. വലിയ തീക്കനലുകൾ അവൻ്റെ തലയിലിടുന്നതിന് തുല്യമാണ് ശത്രുക്കളെ സ്നേഹിക്കുന്നതും അങ്ങോട്ട് ഉപദ്രവത്തിന് പകരം ഉപകാരം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നാം കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഓരോ ദൈവ പൈതലിൻ്റെയും കീഴിൽ എന്തുണ്ട്? ശാശ്വത ഭുജങ്ങളുണ്ട്. എല്ലാവരും എന്നോട് ചേർന്ന് പറയുക, എൻ്റെ കീഴിൽ. ഓക്കെ, എൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ ശാശ്വത കരങ്ങളുണ്ട്. അപ്പൊ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? സ്പിരിച്വലി വി ആർ സ്റ്റാൻഡിങ് ഓൺ ഗോഡ്സ് ഹാൻഡ്സ്. കർത്താവിൻ്റെ കൈകളിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കിടക്കമേൽ അവർ നിൽക്കുമ്പോൾ നമ്മൾ 2 കൈ ഒന്ന് കിടക്കയിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് ആ കുഞ്ഞിക്കാല് നമ്മുടെ കയ്യിൽ ചവിട്ടും. 2 കാലും അതിൽ ചവിട്ടി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എടുത്തുയർത്താം. ഇതുപോലെ ഒരു സ്വർഗീയ പിതാവ് നമ്മെ അവൻ്റെ കൈകളിൽ താങ്ങിയിരിക്കുകയാണ്, കൈകളിൽ വഹിച്ചിരിക്കുകയാണ്. നമ്മുടെ കീഴിൽ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. 139-ാം സങ്കീർത്തനം 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന, നീ മുൻപും പിൻപും അടച്ച് നിന്റെ കയ്യ് എൻ്റെ മേൽ വച്ചിരിക്കുന്നു. എന്ത് മനസ്സിലായി? കീഴിൽ ശാശ്വത ഭുജങ്ങളുണ്ട്. അത് കൂടാതെ ദൈവം ചെയ്തിരിക്കുന്നത് എന്താണ്? അവൻ്റെ കയ്യ് നമ്മുടെ മുകളിൽ വച്ചിരിക്കുകയാണ്. മുൻപും പിൻപും അടച്ച് നീ കൈകൾ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം മുൻവശത്തും കൈയുണ്ട്, പിൻവശത്തും കൈയുണ്ട്, നമ്മുടെ മുകളിലും കൈയുണ്ട്. ഇപ്പം എവിടെയൊക്കെയായി ദൈവത്തിൻ്റെ കരം? ദൈവത്തിൻ്റെ കരം താഴെയുണ്ട്. ശാശ്വത ഭുജങ്ങൾ നമ്മുടെ താഴെയുണ്ട്. മുൻപിലും പിൻപിലും അവൻ്റെ കൈകൾ വെച്ചിട്ടുണ്ട്. കൂടാതെ മുകളിലും അവൻ്റെ കരം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എത്ര പേർ ഹല്ലേലൂയ പറയും? 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനം കൂടെ നമുക്ക് നോക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനം, humble yourselves therefore under God's mighty hands and that he may lift you up in due time. ആകയാൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്, ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കുക. ആകയാൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്
അവിടുത്തെ ശക്തിയുള്ള ഭുജത്തിൻ കീഴിൽ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. മുകളിൽ കൈ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൈയുടെ കീഴിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരവരെ തന്നെ താഴ്ത്തി എന്ന് വെച്ചാൽ യു ഹാവ് ടു ഹംബിൾ യുവർ സെൽവ്സ് അണ്ടർ ദ മൈറ്റി ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ശക്തിയേറിയ ഭുജത്തിൻ്റെ കീഴിൽ നമ്മളെ തന്നെ താഴ്ത്തുവിൻ എന്ന് വെച്ചാൽ എന്ത് മനസ്സിലാക്കും? ദൈവം ഈ കൈ ഉയർത്തുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, കർത്താവ് ഈ കൈ ഉയർത്തുമ്പോൾ നമ്മളുടെ ജീവിതം ഉയരും. കർത്താവ് ഇവിടെ കൈ ഉയർത്തുന്നു പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? താഴെ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ കൈ അല്പം കൂടെ ഉയർത്തും, അതിനോടൊപ്പം മുകളിൽ വച്ചിരിക്കുന്ന കൈയും ഉയർത്തും. അപ്പോഴാണ് ദൈവത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് ഉയർച്ചയുണ്ടാകുന്നത്. ഹല്ലേലൂയ. തൊട്ടരിയിൽ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് മിൻസി ജിൻസ് എന്നാണ്. തൊട്ടരിയിൽ തൻ്റെ അമ്മ, തൻ്റെ കുഞ്ഞാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നത്. ഓക്കെ. ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ എനിക്ക് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8-ാം മാസം കഴിഞ്ഞ സ്കാനിങ്ങോടെ കൂടിയാണ് ഞങ്ങളത് മനസ്സിലാക്കിയത്. സ്കാനിങ്ങിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പുക്കിൾ കൂടി കഴുത്തിൽ കൂടി ചുറ്റിക്കിടക്കുന്നതായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഞങ്ങൾ കണ്ടത്. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. അത് കാരണം ഡോക്ടർ അത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഊഹിക്കാവുന്നതായിരുന്നു. ഒരു പുക്കിൾ കൂടി കഴുത്തിൽ ചുറ്റി കിടന്നാൽ ചിലപ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. സോ ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു ഓരോ മാസത്തിലെ മൂവ്മെൻറ്റ് വയറ്റിൽ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ സ്ഥിരമായിട്ട് ബ്ലെസ്സിൻ്റെ കാണുന്ന ഒരു കുടുംബമാണ്. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ സമയത്ത് ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ താൻ വല്ലാതെ വിഷമിച്ചു. ആ സമയത്ത് ചെയ്തത് നമ്മുടെ പ്രാർത്ഥനാ സ്ഥലത്തെ നമ്പർ കിട്ടിയിരുന്നു, 0484422211. ആ നമ്പറിലേക്ക് ഈ മകൾ വിളിച്ചു. നമ്മുടെ കർത്താവ് കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹൃദയത്തിലെ വേദനകൾ കേട്ട് മുഖം തിരിക്കുന്ന ദൈവമല്ല, മറിച്ച് ഓടി അരികിൽ വന്ന് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്നുള്ളൊരു സാക്ഷ്യമാണത്. അങ്ങനെ അവിടെയുള്ള സിസ്റ്റർ ഫോൺ എടുത്ത് പറഞ്ഞു, തീർച്ചയായും മോൾ പേടിക്കേണ്ട ആവശ്യമില്ല. യേശു കർത്താവ് ആ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന പൊക്കിൾക്കൊടി എടുത്തു മാറ്റും. നിശ്ചയമായും യേശുവിൻ്റെ നാമത്തിൽ ഇതൊരു നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. 8.5 മാസത്തിലാണ് അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചത്. കൃത്യമായി തന്നെ ജനുവരി 1-ാം തീയതിയാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞത്. ജനുവരി 1-നാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞത്. പക്ഷേ സംഭവിച്ചത് ഡിസംബർ മാസം 25-ാം തീയതി തന്നെ ഡെലിവറിക്കായി തന്നെ കയറ്റി. അന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അതൊരു നോർമൽ ഡെലിവറി ആയിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇത് സിസേറിയൻ ആകാൻ സാധ്യത. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, കേട്ട് അനുഗ്രഹിക്കുന്ന ദൈവം ആ പൊക്കിൾ കൊടി കഴുത്തിൽ ചുറ്റിയിരുന്ന കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് അതെടുത്ത് മാറ്റി സിസേറിയന് പകരം ഒരു നോർമൽ ഡെലിവറി നൽകി. ഇന്ന് 7 മാസം പ്രായമുള്ള സുന്ദരമായ ഒരു കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ പേര് ഇവ മറിയ ജിൻസ്, പെൺകുട്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ ഒന്ന്, സാധാരണ പൊക്കിൾ കൂടി ചുറ്റിക്കഴിഞ്ഞാൽ എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. അതെ, ഒത്തിരി കുഞ്ഞുങ്ങൾ മരിച്ചു പോകാറുണ്ട് പൊക്കിൾ കൂടി ചുറ്റിക്കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ ഭയങ്കരമായ ശരീരത്തിൽ ഡാമേജുകൾ വരാം. എന്നാൽ ഈ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള കർത്താവ് പ്രാർത്ഥിച്ചതുകൊണ്ട് ആ പൈതലിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഡിസംബർ 25-ന് ക്രിസ്മസിൻ്റെ അന്ന് തന്നെ ഒരു നോർമലായ ഡെലിവറി ദൈവം എനിക്ക് തന്നു. സോ അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഭവം. ഈ കുടുംബത്തോട് ചേർന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കൈകളെല്ലാം ഉയർത്തി, കർത്താവേ, അങ്ങ് ചെയ്ത ഈ നന്മയ്ക്കായി, ഈ വലിയ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. ഇന്നിവർ കർത്താവേ ദൈവത്തെ ഉയർത്തുന്ന സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അവരുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. ഇതുപോലെ അനുഭവത്തിലായിരിക്കുന്ന ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് വേണ്ടിയും ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കൂടാതെ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഈ സമയത്ത് ഈ സാക്ഷ്യം കാണുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരും കൂടെ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ എല്ലായിടങ്ങളിലും നടക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങ് കൊടുത്ത ഈ വിടുതലിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിനെ അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. കർത്താവെ, പൈതൽ ദൈവകൃപയിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും പ്രസാദത്തിലും വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സൂര്യ TV യുടെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്.
എനിക്ക് ഇത്രയും വലിയൊരു അത്ഭുതം ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളായിരുന്നാലും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളും ഇതുപോലെ തന്നെ വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം ഈ സമയത്ത് തന്നെ അവരിൽ വന്ന് നിറയേണ്ടതിനും അവരെ മൂടേണ്ടതിനുമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദുഃഖത്തിലാണ്ടിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന, ഏകാന്തതയിലായിരിക്കുന്ന വ്യക്തികളെ കർത്താവെ, ഈ ലോകത്തിന് തരാൻ കഴിയാത്ത ആ ഒരു വലിയ സമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അങ്ങ് പറഞ്ഞല്ലോ, ഞാനിത് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവിച്ചിരിക്കാൻ ഓരോരുത്തരെ അടുക്കൽ ചെന്ന് ഇപ്പോൾ അങ്ങ് തൊട്ട് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഓരോരുത്തരും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം ഹാർട്ട് സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകും. കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ ഡയാലിസിസിലൂടെ നിങ്ങൾ പോവുകയായിരിക്കാം, മറ്റു ട്രീറ്റ്മെൻറ്റുകൾ നടക്കുകയായിരിക്കാം. പക്ഷെ കർത്താവ് സൗഖ്യമാക്കുന്നു. ദൈവികമായ ഒരു സൗഖ്യം, രോഗസൗഖ്യം നിങ്ങളെ തേടി എത്തുന്ന സമയമാണിത്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അസ്ഥികളിലെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചില ക്രിയേറ്റീവായ മിറക്കിൾസും ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്ത ദമ്പതികളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. പൈൽസ് രോഗം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ, പ്രത്യേകിച്ചൊരു ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, പൈൽസ് രോഗം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകുന്നു. എന്നതുകൊണ്ട് കൃഷ്ണകുമാർ മാത്രമല്ല, അതേ രോഗത്താൽ പ്രയാസപ്പെടുന്ന പലരെയും കർത്താവ് ഒരേ സമയം സൗഖ്യമാക്കുന്നുണ്ട്. വിശ്വസിച്ചത് സ്വീകരിക്കുക. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ ബ്ലഡ് പ്രഷർ വല്ലാതെ ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്ന ചില വ്യക്തികൾ, ഷുഗർ പ്രോബ്ലം കൊണ്ട്, ഡയബറ്റീസ് കൊണ്ട്, പ്രമേഹ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും സ്വീകരിക്കട്ടെ. എന്നാൽ ചില രോഗങ്ങൾക്ക് കാരണം രോഗാണുക്കളല്ല, രോഗാത്മാക്കളാണ്. ചില പൈശാചിക ശക്തികൾ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ. ആ രോഗാത്മാക്കളോട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഇപ്പോൾ ശരീരങ്ങൾ വിട്ടുപോകുക. ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടും ഡയഗ്നോസിസ് ശരിയാകാതെ എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല കേസുകളിലും രോഗാത്മകളുടെ പ്രവർത്തനങ്ങൾ കാണാം. യേശുവിൻ്റെ നാമത്തിൽ അവിടെ വിടുതൽ നടക്കട്ടെ. താങ്ക് യു ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവെ ഇപ്പോൾ അങ്ങ് ആശീർവദിച്ചവർക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ അങ്ങ് കൊടുക്കണമേ. സാമ്പത്തിക വിഷയങ്ങൾ പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കും. ഭവനം ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കും. എല്ലാറ്റിലും വിടുതൽ കൽപ്പിക്കുന്നതിനാൽ അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ അനുഗ്രഹിച്ചിരിക്കും. താങ്ക് യു ജീസസ്. ഓരോരുത്തരെയും തൊട്ടതിനാൽ വിഷയങ്ങൾ എന്താണെങ്കിലും ടി വി സ്ക്രീനിലേക്ക് കൈനീട്ടി ഇപ്പോൾ വിടുതൽ സ്വീകരിക്കുക. ജീസസ് നെയിം. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. ആമേൻ. ഈ വെള്ളിയാഴ്ച തലയോലപ്പറമ്പിൽ കോട്ടയം ജില്ലയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ
ശനിയാഴ്ച തിരുവല്ലയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റ് നടക്കുന്നു. അതിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദയവായി വരണം, ഒറ്റയ്ക്ക് വരരുത്. മുഴുകുടുംബവുമായി വരിക, അയൽവാസികളെ കൊണ്ടുവരിക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക. എല്ലാവരെയും കർത്താവ് തൊടാനും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് വരണം. കഴിഞ്ഞ നാളുകളിൽ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ എന്താണ് എന്നുള്ളത് ഞങ്ങളോട് പറയണം. നേരത്തെ വന്നത് റിപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ലാത്തവർ വന്ന് സാക്ഷ്യം പറയണം. അതിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരും അറിയാനും അവർക്കും വിടുതലുണ്ട് എന്ന് വിശ്വസിക്കാനും ഇടയാകും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോട് ഇന്ന് തന്നെ പറയുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ദീനത്തിൽ യഹോവയ്ക്ക് പകരം വൈദ്യന്മാരെ വിളിച്ച രാജാവാര്? Which king sought physicians in his illness instead of the Lord? Options: A. Solomon, B. Rehoboam, C. Joash, D. Asa. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരി ഉത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്.